സന്ധ്യയ്ക്ക് ഈ പാർവതി ശിവനെ കൊണ്ട് പോകും. അതായത് ദക്ഷ പ്രജാപതിയുടെ യാഗസ്ഥലത്തേക്ക് ഈ മണ്ണിനെയും കൊണ്ട് ഈ ശിവനെയും കൊണ്ട് പാർവതി അങ്ങ് പോകും. വയനാട്ടിൽ പോയില്ലേ? കൊണ്ടുപോകും പാർവതി. ദക്ഷ പ്രജാപതി സമുദ്രത്തിൽ നടത്തുന്ന യാഗ സ്ഥലത്തേക്ക് ശിവനെയും കൊണ്ട് പാർവതി പോകും. ആരില്ലെങ്കിൽ, ഈ മാധവനില്ലെങ്കിൽ, ഇവിടെ നിൽക്കുന്ന ഈ മാധവനില്ലെങ്കിൽ, അകത്തിരിക്കുന്ന ആ മാധവശക്തി ഇല്ലെങ്കിൽ ഈ മണ്ണിനെയും കൊണ്ട് പാർവതി പോകും. ഈ മണ്ണിനെ എങ്ങനെയാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വാസ്തുശാസ്ത്രം നമ്മളോട് പറയുന്നു, 53 ഇനം ദേവതാവൃക്ഷങ്ങളെ പരിപാലിച്ചുകൊണ്ട് വാസ്തുപുരുഷനെ ബലിഷ്ഠമായിട്ട് നമ്മൾ ആ ആസുരിക ശക്തിയെ അടിച്ചമർത്തി ഉറപ്പിച്ച് വയ്ക്കുവാൻ പറ്റും, മണ്ണിനെ ഇളകാത്തതാക്കാൻ പറ്റും. അപ്പോൾ 53 ദേവതാഭാവത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് ഈ മണ്ണിനെ സുരക്ഷിതമായിട്ടുള്ള കാമദേവനാക്കാൻ പറ്റുന്നത്, ക്ഷീരഗുണമുള്ള അവസ്ഥയിൽ ക്ഷാരഗുണത്തെ നീക്കി ദേവനാക്കാൻ പറ്റുന്നത്, ദേവദേവനാക്കാൻ പറ്റുന്നത് എന്ന് വാസ്തുപുരുഷൻ നമ്മളോട്, വാസ്തുശാസ്ത്രം നമ്മളോട് പറയുന്നു. വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞാൽ 5 ഭൂതങ്ങളിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആകാശത്ത് വാനം തോണ്ടിയിട്ടാണോ? അല്ല, അല്ലേ? ഏറ്റവും പരുഷമായിരിക്കുന്ന, പുരുഷമായിരിക്കുന്ന, ഭൂതമായിരിക്കുന്ന ശൈവശക്തിയിൽ ഈ മണ്ണിലാണ് നമ്മൾ ഫൗണ്ടേഷൻ കെട്ടി ഉറപ്പിക്കുന്നത്, ബാക്കി ദാനുഭൂതങ്ങളിലുമല്ല. മനസ്സിലാകണ്ടോ? അപ്പോൾ ഈ മണ്ണിനെ ഉറപ്പിച്ചു ചേർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാലം പണിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് നമ്മളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തുപുരുഷനെ 53 ദേവതാഭാവത്തിലുള്ള മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട്, മഹാവൃക്ഷം എങ്ങനെയാണെന്നറിയോ? ജലം വരുമ്പോൾ മറിഞ്ഞു പോകുന്നതല്ല മഹാവൃക്ഷ പ്രകൃതി, ജലമില്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നതല്ല മഹാവൃക്ഷ പ്രകൃതി. ഈ മഹാവൃക്ഷം ഇവിടെ നിൽക്കുന്നത് ജലത്തെ ഈ മണ്ണിൽ കൊണ്ടുവരാനാണ്. സമുദ്രത്തിൽ കിടക്കുന്ന ഈ ജലത്തെ ഇവിടെ എത്തിക്കുക എന്ന് പറയുന്ന ജോലിയാണ് എന്ത്? ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഈ കടലിൽ കിടക്കുന്ന ജലം ആഴി എന്നാണ് അതിൻ്റെ പേര്. ആഴി എന്ന് പറഞ്ഞാലും സമുദ്രമാണ്, സമുദ്രം എന്ന് പറഞ്ഞാലും ആഴിയാണ്. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സമുദ്രത്തിന് നിരവധിയായിട്ടുള്ള പര്യായങ്ങളുണ്ട്. കടൽ എന്നും അർത്ഥമുണ്ട്, കടക്കാൻ പറ്റാത്തത് എന്നും അർത്ഥമുണ്ട്. അപ്പം സമുദ്രം എന്ന് പറഞ്ഞാൽ ജീവൻ സമുദ്ര ചെയ്തത് സമുദ്രം. അപ്പോൾ ഈ പ്രജാപതി നടത്തുന്ന യാഗം എവിടെയാണെന്നറിയോ? ആഴിയിലാണ് നടത്തുന്നത്. ആ ആഴികുണ്ടത്തിൽ സൂര്യതാപത്താൽ ഈ ജലത്തെ ചൂടാക്കി ആകാശത്തിലേക്ക് ഉയർത്തും. എന്നിട്ടാണ് ആ മഴ ഇവിടെ വരുന്നത്. എങ്ങനെയാണെന്നറിയോ? ആകാശത്തിൽ ഈ മേഘം ഉണ്ടാകുന്ന ഒരു സയൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാവരും, മഴയെ പെയ്യുന്ന ജോലി. അപ്പോൾ അത് വേദം വളരെ വ്യക്തമായിട്ട്, വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ജീവഭാവം നൽകിയിട്ടാണ് ഭാരതത്തിൻ്റെ തിയോളജി ചെയ്തിരിക്കുന്നത്. എല്ലാ ദേവസങ്കല്പങ്ങളെയും, എല്ലാ ദ്രവ്യനാമങ്ങളെയും, ജൈവനാമങ്ങളെയും പുരുഷഭാവത്തിൽ, സ്ത്രീഭാവത്തിലെ ആ ഒരു രീതിയിലാണ് തിയോളജി അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സ്റ്റോറി ഇനി നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ദക്ഷ പ്രജാപതി നടത്തുന്ന യാഗം നടക്കുന്ന സ്ഥലമാണ് ആഴി. അവിടേക്ക്, ആ ആഴികുണ്ടത്തിലേക്ക് ശിവനെ വിളിച്ചില്ല എന്നും പറഞ്ഞ് എടുത്തിയാടുന്ന ആളാണ് സതി. അത്